അപ്പം ഈ ഒരു വീഡിയോയിൽ എൻ്റെ കുട്ടികളെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ഓണപരീക്ഷ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ടു ലൈഫ് പ്രോസസ്സസ് അല്ലെ, ജീവൽ പ്രക്രിയയിലേക്ക്. അപ്പോൾ ഇവിടെ മിസ് കുറച്ച് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏകദേശം പഠിക്കാനുള്ള ചാപ്റ്റർ പോർഷൻസ്. ഒന്ന് സയൻസ് ഓഫ് ലൈഫ്, പിന്നെ ബയോമോളിക്യൂൾസ്, ദെൻ മെറ്റബോളിസം, എങ്ങനെയാണ് ഹൗ സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഗെറ്റ് ഇൻസൈഡ് ദ സെൽ അല്ലെ, പുറമേയുള്ള സാധനങ്ങൾ എങ്ങനെ ഉള്ളിലേക്ക് കടക്കുന്നു, എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ത്രൂ സെൽ മെംബ്രെയിൻ, പിന്നെ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്, ഫോട്ടോസിന്തസിസ്, സോഴ്സ് ഓഫ് വേരിയസ് ന്യൂട്രിയൻസ് ആൻഡ് മാൻഗ്രൂവ് പ്ലാന്റ്സ്. അപ്പോൾ ഇതിൽ നമ്മുടെ ATR മിസ്സിന്റെ പ്രൊഡിക്ഷൻ ആണ് മിസ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മക്കളെ നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 3 മാർക്കിന്റെ ആ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ആണ്. അപ്പോൾ അതിന്റെ ഭാഗങ്ങളാണ്, എവിടെയാണ് ഇതിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്, എവിടെയാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്, അതാണ് ATR മിസ്സിന്റെ ഫസ്റ്റ് പ്രൊഡിക്ഷൻ. ദെൻ രണ്ടാമത്തെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമുദ്ര മലിനീകരണം അല്ലെങ്കിൽ ഓഷ്യൻ പൊല്യൂട്ടഡ് ആവുന്നത് കാരണങ്ങൾ, അല്ലെങ്കിൽ അത് തടയാൻ നമ്മൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ഓഷ്യനിക് ഇക്കോസിസ്റ്റം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്, കാരണം അവിടെ നിന്നാണ് നമ്മുടെ മെജോറിറ്റി ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ്. ദെൻ അടുത്തതായിട്ട് റീഅറേഞ്ച് ചെയ്യുക. എന്താണ് ഫ്ലോ ചാർട്ട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ് അല്ലേ, അപ്പോൾ അതിന് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഫ്ലോ ചാർട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ്. ആൻഡ് അടുത്തൊരു 2 മാർക്കിൻ്റെ പ്രൊഡിക്ഷനാണ് നമ്മുടെ മെറ്റബോളിസം, ഉപാപചയ പ്രവർത്തനം. നമുക്കതിന് എന്ത് പറയാം, നമുക്കൊരു കാറ്റബോളിസം ഉണ്ട്, ആനബോളിസം ഉണ്ട്. അതെന്താണെന്നുള്ളൊരു ഫ്ലോ ചാർട്ടാണ് തന്നിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ദ നേച്ചർ ഓഫ് ഫ്ലോ ഓഫ് മോളിക്യൂൾസ്, ആ ഒരു പ്രോസസ്സ് ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നു, സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെ പോകുന്നു അല്ലെ, കുറേ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് ഇല്ലേ, അതാണ് തന്നിട്ടുള്ളത്. അപ്പം അതാണ് ATR മിസ്സിന്റെ ലാസ്റ്റത്തെ പ്രൊഡിക്ഷൻ. അപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ആൻഡ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് 7:30 നമ്മുടെ ലൈവ് എൻ്റെ മക്കൾ ആരും ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ദെൻ നമ്മളതേ മിസ്സിൻ്റെ ചാപ്റ്റർ സർക്കുലേഷൻ അല്ല ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അല്ലേ, പോഷണം. ദെൻ നമ്മുടെ അമീബയിലെ ഹൈഡ്രയുടെയും പോഷണം. ദെൻ ടൂത്ത്, അതിൻ്റെ ഒരു അനാട്ടമി, ടൂത്തിൻ്റെ പല്ലിൻ്റെ സ്ട്രക്ചറൊക്കെ ഓർമ്മയില്ലേ. ദെൻ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അവിടെയുള്ള ഹോർമോൺസ്, ദെൻ എവിടേക്കാണ് അബ്സോർബ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ മെയിൻ ആൾ നമ്മളുടെ ഹാർട്ട്, ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ്, ഡബിൾ സർക്കുലേഷൻ, ഇരട്ട പര്യനം, ദ്വിപര്യനം, പോർട്ടൽ സർക്കുലേഷൻ, കാർഡിയാക് സൈക്കിൾ, ലിംഫ്, പിന്നെ പ്ലാന്റ്സിലുള്ള സർക്കുലേഷൻ അല്ലേ. അപ്പോൾ ഇതിൽ മിസ്സിൻ്റെ പ്രൊഡിക്ഷൻ, ഇതിനകത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ മിസ് പ്രൊഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ വില്ലസിൻ്റെ ഡയഗ്രമാണ്. ഇതിൽ ഓരോ ഭാഗത്തേക്കും ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും, അതേപോലെ തന്നെ ഓരോ സ്ഥലത്തേക്കും അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ചോദിക്കും. അടുത്ത നമ്മുടെ സ്വന്തം പല്ലാണ്. അപ്പോൾ പല്ലിൻ്റെ ഡയഗ്രാം ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഡയഗ്രാം, ഇത് ഓരോ ടൈപ്പ് നിങ്ങൾക്ക് ലേബൽ ചെയ്തിട്ട് അത് ഏതാണ് ഭാഗം അതിൻ്റെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫംഗ്ഷൻ തന്നിട്ട് ലേബൽ ചെയ്യാനും പറയാറുണ്ട്. അടുത്തതായിട്ട് മിസ് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പോർട്ടൽ സർക്കുലേഷൻ, നമ്മളിങ്ങനെ വിട്ട് കളയുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പോർട്ടൽ പര്യനം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മുടെ പ്രഷർ, രക്തസമ്മർദ്ദം, അതിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും. സിസ്റ്റോളിക് മർദ്ദം, ഡയസ്റ്റോളിക് മർദ്ദം, അത് നമുക്കറിയാമല്ലോ 120/80 ആണ് നമ്മളുടെ നോർമൽ ബ്ലഡ് പ്രഷർ അല്ലെ, രക്തസമ്മർദ്ദം. അതിൽ 120 നമ്മുടെ സിസ്റ്റോളിക് പ്രഷറും 80 നമ്മുടെ ഡയസ്റ്റോളിക് പ്രഷർ, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ആരോഗ്യാവസ്ഥയ്ക്ക് സംഭവിക്കുക, അത് ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടെ തന്നെ ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് മിസ് വെച്ചിട്ടില്ല, അത് നിങ്ങൾക്ക് പിക്ചർ തന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് 3 ടൈപ്പ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിനെയും കണക്ട് ചെയ്യുന്നത് ഏത്, ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഏത്, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഏത്, ആ രീതിയിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ഇവിടെ തന്നെ മിസ് എൻസൈംസിൻ്റെ ഏരിയ ഒന്നും വെച്ചിട്ടില്ല, എൻസൈംസിൻ്റെ ഏരിയ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എല്ലാം പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സുഖമല്ലല്ലോ. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ മക്കൾ ആരും തന്നെ ലൈവ് മിസ് ചെയ്യരുത്. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കറക്റ്റ് ടൈമിൽ നമ്മുടെ ചാനലിലേക്ക് വരിക, നമുക്ക് തകർക്കാം.